അവസാനം ഒരു നല്ല 5G ഫോൺ നല്ല പ്രൈസിൽ, സാധാരണക്കാർക്ക് വാങ്ങിക്കാവുന്ന പ്രൈസിൽ ഒരു നല്ല 5G ഫോൺ. അതാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ലോഡ് ഓഫ് ദ 5G. അത് ഇച്ചിരി കൂടുതലല്ലേ എന്ന് തോന്നും, പക്ഷേ എന്നാലും സംഭവം കൊള്ളാം. ലാവയുടെ പുതിയ 5G ഫോണിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നമുക്കിത് പെട്ടെന്നൊന്ന് ഓപ്പൺ ചെയ്യാം. വലിയ ബോക്സിലല്ല അത് കിട്ടുക, ഇതിനകത്ത് ചെറിയ ബോക്സ് ആണ്. എന്തായാലും നമുക്ക് തന്നിരിക്കുന്നത് ഒരു വലിയ ബോക്സിലാണ്. നമുക്കത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഈ വലിയ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് റിങ് ലൈറ്റ്, ഒരു വലിയ റിങ് ലൈറ്റ് ആണ് മുകളിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, ഈ ബോക്സും ഈ ലൈറ്റുമായിട്ട് ഫോൺ എന്താ ബന്ധം? എന്തായാലും അതിനകത്തുനിന്ന് ഈ രീതിയിൽ ഫോൺ നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. ലാവയുടെ ബ്ലേസ് 2 5G എന്ന ഫോണാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഒരു വൈറ്റ് ബോക്സ്, അതിനകത്ത് കേസ് ഉണ്ട്, നല്ല ക്വാളിറ്റി കേസ്. പിന്നെ ഒരു ചെറിയ ഡോക്യുമെന്റ് കിട്ടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെന്റ് ആണ്. 24 അവർ സർവീസ് പ്രോമിസ്. വിത്തിൻ 24 അവർ നിങ്ങളൊരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത്. സർവീസ് അറ്റ് ഹോം. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഫോൺ വാങ്ങിക്കുമ്പോൾ ഈ കാർഡ് കിട്ടും. ഇത് നോക്കി കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് ഈ സർവീസ്, എങ്ങനെയാണ്, എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. പക്ഷേ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവരിത് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ലാവയുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ കാണുന്നതാണ് ഫോൺ. ഓക്കെ, റിയർ സൈഡ് ഗ്ലാസ് ഡിസൈൻ ആണ് കേട്ടോ. ഗ്ലാസ് ഡിസൈൻ 10,000 രൂപയുടെ ഫോണിൽ ഇപ്പോഴും ഗ്ലാസ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ കണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ ഇവർ ഇത് നല്ല രീതിക്ക് നല്ല സ്ട്രോങ് ആയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഡിസൈനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് ബോക്സിൽ ടൈപ്പ് A to ടൈപ്പ് C കേബിളും സിം ടൂള് പിന്നെ 18 വാട്ടിൻ്റെ ഒരു ചാർജർ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ ഫോൺ കാണാനൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല ലുക്കുള്ള ഫോൺ തന്നെയാണ്. ആ വലിയ ക്യാമറ മോഡ്യൂൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. വരുന്ന എല്ലാ ഫോണുകളും ഇങ്ങനത്തെ ഒരു ക്യാമറ മോഡ്യൂളായിട്ടാണ് വരുന്നത്. ഓൺ ചെയ്ത് കഴിയുമ്പോൾ 5 ഹോൾ ക്യാമറയുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. HD+ ഡിസ്പ്ലേ ആണ്, പക്ഷേ 5 ഹോൾ ക്യാമറ ഒക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 8.45 mm തിക്നെസ്സും 203 ഗ്രാമിന്റെ വെയിറ്റും ആണ് വരുന്നത്. റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഇത് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ കണ്ടില്ല വലിയ റിംഗ്, അത് ഇതിന്റെ പുറകിലിരിക്കുകയാണ്. ഇതൊരു LED ഇൻഡിക്കേറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കോള് വരുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ഇടുമ്പോഴൊക്കെ ഇതിന്റെ ബാക്കിൽ ഒരു റിംഗ് ലൈറ്റ് കത്തും. അതിൻ്റെ കയ്യിൽ ചാർജിങ് കേബിൾ ഉണ്ട്, ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ആ നടുവിലത്തെ റിംഗ് ലൈറ്റ് അപ്പ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്ലോസ് റേഞ്ചിൽ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ അങ്ങനെ ഒരു റിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. LED ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാം. ആ രീതിയിൽ ഇങ്ങനെ ഒരു റിംഗ് ലൈറ്റ് ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ല, നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രിപ്പിൾ കാർഡ് സിം സ്ലോട്ടാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. 2 സിമ്മും മെമ്മറി കാർഡ് ഒരേ സമയം ഉപയോഗിക്കാം. ഡുവൽ സിം എന്ന് പറയുമ്പോൾ 2 സിമ്മിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9 5G ബാൻഡുകൾ വരുന്നുണ്ട്. സോ 5Gക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുകളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. താഴെ ടൈപ്പ് C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5 mm ജാക്ക് അടക്കം വരുന്നുണ്ട്. മൊത്തത്തിൽ കാണാൻ വലിയ കുഴപ്പമില്ലാത്ത നല്ല ഡിസൈൻ, കംഫർട്ടബിൾ ആയ ഓക്കെ ഡിസൈൻ തന്നെയാണ്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ HD+ ഡിസ്പ്ലേ ആണ്. 90 Hz റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഇത്തിരി ഡാർക്കായി പോകുന്നുണ്ട്. 10,000 രൂപയുടെ ഫോണാണെന്ന് ഓർക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. നേരെ പിടിച്ചാലൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. നല്ല ഡീസന്റ് ഡിസ്പ്ലേ ആണ്. 6.56 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. മൊത്തത്തിൽ ഡിസ്പ്ലേ ക്വാളിറ്റിക്കും കുഴപ്പമില്ല. സൺലൈറ്റ് വിസിബിലിറ്റി ഒരു ശരാശരിയാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് എന്ന് പറയാനില്ല. എന്നാലും ആ പ്രൈസ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ യൂസിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഡയമസിറ്റി 6020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 4GB റാം 6GB റാം മോഡലുകൾ വരുന്നുണ്ട്. 4GB തന്നെ പ്ലസ് 4GB വിർച്വൽ റാം കൂടി ഉപയോഗിക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. 6GB ആണെങ്കിലും അതിന് പ്ലസ് 6GB കൂടി ഉപയോഗിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. സോ നൈസ് ആയ ഒരു പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ 10,000 രൂപയുടെ ഫോണിൽ കിട്ടുന്ന പെർഫോമൻസ് 10,000 കിട്ടുമെന്നല്ല. 10,000 രൂപയുടെ ഫോണുകൾ നോക്കുമ്പോൾ അതനുസരിച്ച് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം ടെമ്പിൾ റൺ പോലുള്ള ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, 10,000 രൂപയ്ക്ക് ഈ പറഞ്ഞ 5 ഹോളും ഗ്ലാസ് ഡിസൈനും എല്ലാം കൊടുത്തിരിക്കുന്നതിന്റെ ഒപ്പത്തിൽ ബ്ലോട്ട് വയേഴ്സ് ഇല്ലാതെ, പരസ്യ അപ്ലിക്കേഷനുകൾ ഇല്ലാതെ, പരസ്യങ്ങളില്ലാതെയാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രൗഡ്ലി ഇന്ത്യൻ എന്ന് പറയാമല്ലേ. നന്നായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാധാരണ യൂസിനെ ഇത് ഞാൻ പറയുന്നുള്ളൂ. ഗെയിം കളിക്കാൻ വേണ്ടി ഒരിക്കലും ഇതിനെ നോക്കണ്ട. ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് 13-ലാണ്. ആൻഡ്രോയിഡ് 14-ലേക്ക് ഒരു അപ്ഗ്രേഡും പറയുന്നുണ്ട്. 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പറയുന്നുണ്ട്. അതും തീർച്ചയായിട്ടും നന്നായി തന്നെ പറയണം. എന്തായാലും പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറ വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ്. കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ എടുത്ത ഡേ ലൈറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണാം. അത്യാവശ്യം കുഴപ്പമില്ല. 10,000 രൂപയുടെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഫോട്ടോസ് ആണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആവയുടെ ക്യാമറ എനിക്ക് അത്ര താല്പര്യമില്ല. 20,000 രൂപയ്ക്ക് കഴിഞ്ഞ ഇറങ്ങിയ ആവ ഫോണിൽ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്പെക്കായിരുന്നു ആ ഫോൺ. കർവ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് അടിപൊളി സംഭവമായിരുന്നു. പക്ഷേ ക്യാമറ അത്ര പോരായിരുന്നു. ബട്ട് ഈ ഫോണിലേക്ക് വരുമ്പോൾ 10,000 രൂപയ്ക്ക് ഇത്
വലിയ തരക്കേടില്ലാത്ത ക്യാമറ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ക്വാളിറ്റി ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ വലിയ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇതിന്. ലോ ലൈറ്റിലൊന്നും പോരാ. 10,000 രൂപയുടെ ഒരു ഫോണിൽ കിട്ടുന്ന അത്ര ഇല്ലാന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ വരുമ്പോൾ. ബട്ട് ഫോട്ടോസ് കൊള്ളാം, ഡേ ലൈറ്റ് വീഡിയോസും കൊള്ളാം. ഈ പ്രൈസിന് കൊള്ളാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പടി ബെസ്റ്റ് എന്നല്ല അപ്പോഴും ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പേഴ്സണൽ ടേസ്റ്റ് ആണ്, പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. സോ നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ന്യായമായൊരു സെറ്റപ്പാണ്, അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കുറേയധികം നല്ല നല്ല ഫീച്ചറുകൾ കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലീൻ UI ആണ്, ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കൊക്കെ ആണ്. പക്ഷേ എങ്കിലും കുറച്ചധികം ഫീച്ചറുകൾ ഇവർ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഫിംഗർ പ്രിന്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കോൾ ആൻസർ ചെയ്യാനും മറ്റുമൊക്കെ നമുക്ക് ഈ ഫിംഗർ പ്രിന്റ് സംഭവം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഫിംഗർ പ്രിന്റ് സെൻസർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ബട്ടണായിട്ട് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ഹോമിലേക്ക് തിരിച്ചു പോകാനുള്ള ഹോം ബട്ടണായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാമായിട്ടും ഈ ഫിംഗർ പ്രിന്റ് ബട്ടനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ആപ്പ് ക്ലോൺ എന്ന് പറയുന്നത് ഇത്തവണ ജസ്റ്റ് വാട്സപ്പിനും ഫേസ്ബുക്കിനും മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഫോൺ പേ വരുന്നുണ്ട്, വാട്സപ്പ് യൂഷ്വലി ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പേടിഎം വരുന്നുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിൾ പേയും വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ക്ലോൺ ആപ്പ് ഉണ്ടാക്കാം. ഈ 2 ആപ്പ് വെച്ച് 2 സിം ഇടാൻ പറ്റുമല്ലോ. ഇത് രണ്ടിലേക്കും കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് സാരം. പിന്നെ ഫ്ലിപ്പ് ടു സൈലന്റ്, അതായത് കോൾ വരുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആവുന്ന സംവിധാനം. പിന്നെ സ്മാർട്ട് ആൻസർ, അതായത് കോൾ വരുമ്പോൾ നമ്മൾ എടുത്ത് ചെവിലോട്ട് വെച്ചാൽ മതി, താനെ അറ്റൻഡ് ആയിക്കോളും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ. പിന്നെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ, പെട്ടെന്ന് ക്യാമറ ഓപ്പൺ ചെയ്യാൻ ഇതിന്റെ പവർ ബട്ടണിൽ നമ്മൾ 2 ടാപ്പ് ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്യാമറ ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അതും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സാധനം കൂടി പറയുന്നുണ്ട്, അതായത് സ്മാർട്ട് ടച്ച്. ഇത് നമ്മൾ ചില ഫോണുകളിൽ കണ്ടിട്ടുണ്ട്. ഈ മെസ്സേജ് ഒക്കെ വരുമ്പോൾ അതിലൊന്ന് കിടക്കുന്ന ഒരു അവസ്ഥയുള്ള ആ ബബിളുകൾ കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു ബബിൾ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഫോൺ സ്ക്രീൻ ലോക്ക് ആവുന്ന സംവിധാനം, കുറേ ഫംഗ്ഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. സോ അതും ഓക്കെ, നന്നായിരിക്കുന്നു. കുറേ ഫീച്ചറൊക്കെ ഉള്ള ഒരു ഫോൺ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ ആ രീതിയിലും പരിഗണിക്കാം. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ നമ്മൾ 10,000 രൂപയ്ക്ക് ഒരു നല്ല ഫോൺ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ നോക്കുന്ന കൂട്ടത്തിൽ ഇതിനെ കൂടി ഒന്ന് പരിഗണിക്കുക. ഇതിൽ പറഞ്ഞ രീതിയിലുള്ള നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്. ഇവരുടെ സർവീസിനെയും കാര്യങ്ങളെയും, അതായത് വീട്ടിൽ വന്നെടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്ത് തരും, അതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കാവുന്ന ഫോൺ തന്നെയാണ് ലാവയുടെ ഈ ബ്ലേസ് 2 എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഞാനിത് അൺബോക്സ് ചെയ്തെന്ന് കയ്യിലെടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു യൂസ്ഡ് റിവ്യൂ ഒന്നും അല്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്തു, എല്ലാം ഒന്ന് പരിശോധിച്ചു, ആ അഭിപ്രായം നിങ്ങളുമാരെ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. മുൻപ് ലാവ ഫോൺ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും ഇതൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.